ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഗോകർണം ബീച്ച് നോക്കിയാൽ ഞാനിതൊന്ന് കറങ്ങി എടുക്കാം. ഗോകർണത്ത് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. അവിടെ മുണ്ടുകൊടുത്തോണ്ട് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ ഭയങ്കര പബ്ലിക്. പിന്നെ ഞാൻ എനിക്ക് തോന്നിയില്ല കയറാനായിട്ട്. പക്ഷെ അവിടെ ഭഗവാനെ കണ്ടില്ലെങ്കിൽ അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അത് പോയി കഴിച്ചു ഞാൻ. ചോറ്, സാമ്പാർ, മോര്, പിന്നെ വേറൊരു കറി. അത് നല്ലതായിട്ട് കഴിച്ചത്. അന്നദാനം ഭഗവാന്റെ പ്രസാദം കഴിച്ചിട്ട് പോകുന്നു. അപ്പം ഇവിടെ ബീച്ചാണ് ഗോകർണത്ത്. അപ്പം കന്യാകുമാരി അഷിതി ആദിയായി അതൊരു പാട്ടുണ്ടായിരുന്നല്ലോ. കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കു വടക്ക് നീളെ പരന്നു കിടന്നൊരു കേരളത്തിനെ കുറിച്ചൊരു കവിതയുണ്ടല്ലോ. പരശുരാമനാണ് മഴ എഴുതി കന്യാകുമാരിയിൽ നിന്ന് മഴ എറിഞ്ഞ് ഗോകർണം വരെ എത്തിയെന്നാണ് കഥ. അപ്പോൾ ആ ഗോകർണമാണിത്. ഈ ഗോകർണം നേരത്തെ കേരളത്തിൻ്റെ ആയിരുന്നു. ഇപ്പോൾ അത് കർണാടകയുടെ ആയി മാറി. അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കു വടക്ക് നീളെ. ഇവിടെ പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്തിരി പശുക്കളുണ്ട്. ആ പശുക്കളെല്ലാം ചെറിയ പശുക്കളാണ്, കുഞ്ഞു പശുക്കൾ. അവിടെ മൊത്തം പാർക്കിംഗ് ഏരിയ ആണ്. അവിടെ അങ്ങനെ ഗോകർണത്തും എത്തി. നട്ടുച്ചയായി.